ഇന്ന് ഇച്ചിരി നേരത്തെയൊക്കെ ഒരുങ്ങി കേട്ടോ. അപ്പോഴത്തേക്കാണ് തലമുടിയിൽ മൊത്തം താരനൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വെള്ളം അങ്ങോട്ട് സെറ്റ് ആവുന്നില്ല. എങ്ങനെയൊക്കെ ചീകിക്കളഞ്ഞാലും താരൻ അവിടെ തന്നെ ഉണ്ട്. അങ്ങനെ തിരക്ക് കൂട്ടി ഞാൻ നേരെ ഇറങ്ങി കേട്ടോ. എങ്ങനെ പോയാലും നേരത്തെ എണീറ്റാലും ഞാൻ ഇറങ്ങാൻ നേരം ആകുമ്പോഴത്തേക്കും ഒരു 5 മിനിറ്റോ 10 മിനിറ്റോ ലേറ്റ് ആകാറുണ്ട് കേട്ടോ. അതെൻ്റെയും കുഴപ്പമില്ല, കണ്ണാടി നോക്കി അങ്ങ് ഇരുന്ന് പോകുന്നതാണ്. രാവിലത്തെ കോട്ട കഴിഞ്ഞ് നേരെ ഉച്ചയ്ക്ക് കഴിക്കാൻ പോകാം കേട്ടോ. അപ്പോൾ ഇന്നൊരു പൊതി കിട്ടി. ഇന്ന് തന്നെയല്ല, ഇടയ്ക്കൊക്കെ ഇങ്ങനെ കിട്ടാറുണ്ട്. താഴത്തെ ഹോട്ടലിൽ നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ ഇങ്ങനെ കറികളൊക്കെ തരും കേട്ടോ. അങ്ങനെ ഞാൻ അത് മേടിച്ചിട്ട് നേരെ റൂമിലോട്ട് തിരിച്ചു. ഇതാണ് എൻ്റെ റൂം. സത്യത്തിൽ ഇത്രയും ദിവസമായിട്ടും എൻ്റെ അയൽപക്കം ആരാന്ന് പോലും എനിക്ക് അറിയത്തില്ല കേട്ടോ. കാരണം നേരം കിട്ടാറില്ല, ആരാന്ന് പോലും അറിയില്ല. അതുകൊണ്ട് അങ്ങനെ ഞാൻ നേരെ റൂമിലോട്ട് വന്ന് പിന്നെ കൈയും കഴുകണം. കൂട്ടത്തിൽ ലിപ്സ്റ്റിക് ഇട്ടുകൊണ്ട് പോകുന്ന പോക്കല്ലേ, അപ്പം അതും വിഴുങ്ങണ്ടല്ലോ എന്ന് ഓർത്തിട്ട് വായും ചെറുതായിട്ടൊന്ന് കഴുകും കേട്ടോ. റൂമിൻ്റെ വൃത്തിയൊന്നും ആരും നോക്കണ്ട കേട്ടോ. നേരെ ഇല്ലാത്തതുകൊണ്ടാണ് ഒന്നിടവിട്ടാണ് ഞാൻ റൂം തൂക്കാറും പിന്നെ കഴുകാറും. അങ്ങനെ ഞാൻ ഫുഡ് ഇങ്ങനെ എടുത്തുകൊണ്ട് വന്നു. തന്നെ ഉള്ളതുകൊണ്ട് എൻ്റെ ഫുഡ് കാര്യങ്ങളും എല്ലാം കണക്കാട്ടോ. ഞാനപ്പോൾ സോയാബീനാണ് ഉണ്ടാക്കിയത്. ഓൾറെഡി ഞാൻ മോരുണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കടയിൽ നിന്ന് കിട്ടിയത് ബീട്രൂട്ട് തോരനും ഉണ്ടായിരുന്നു. പിന്നെ അവിയലും കൂട്ടത്തിൽ മോരും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അത് കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയുള്ളൂ. ബൈ.